Good morning, children. How are you? Today we shall start our math class, then continue our lesson. We discussed about addition of two-digit numbers. Addition of two-digit numbers with regrouping. Okay, then continue the lesson. This is Amit has 25 apples and Praveen has 28 apples. How many apples are there in all? That is the question. Amit has 25 apples. This is Amit has 25 apples. Then Praveen has 28 apples. Then how many apples are there in all? That is the question. When എന്താണ് ചെയ്യേണ്ടത്? അമിത്തിന് 25, അമിത്തിൻ്റെ അടുത്ത് 25 ആപ്പിളുണ്ട്, പ്രവീണിൻ്റെ കയ്യിൽ 28 ആപ്പിളുണ്ട്. മൊത്തത്തിൽ എത്ര ആപ്പിളാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. How do we find it? Then we add these numbers. അല്ലേ, 25 ആപ്പിൾസും 28 ആപ്പിൾസും കൂടിയിട്ട് കൂട്ടണം, അപ്പോഴാണ് മൊത്തം ആപ്പിൾ കിട്ടുക. അല്ലേ, 25ഉം 28ഉം കൂടിയിട്ട് ആഡ് ചെയ്യണം, അപ്പോൾ ടോട്ടൽ നമ്പർ കിട്ടും. ഓക്കെ, ദെൻ ആഡ് ഇറ്റ് 25 + 28. നമുക്ക് എന്ത് ചെയ്യണം? 25നെയും 28നെയും 10s ഉം 1s ഉം ആയിട്ട് ഗ്രൂപ്പാക്കണം. ദാറ്റ് ഈസ് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ നൗ റൈറ്റ് ദിസ് ലൈക്ക്. ഓക്കെ, ദെൻ 10s 1s 25 28, 25ഉം 28ഉം ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ 1സിൻ്റെ സ്ഥാനത്ത് ഏതൊക്കെ വന്നിരിക്കുന്നു? 5ഉം 8ഉം വന്നിരിക്കും. അല്ലേ, 10സിൻ്റെ സ്ഥാനത്ത് 2 2 വന്നിരിക്കും. അല്ലേ, അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റിൽ ഏത് ആഡ് ചെയ്യണം? യെസ്, 1സിൻ്റെ സ്ഥാനത്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 8 and 5 ആഡ് ചെയ്യണം. അഡീഷൻ ടേബിൾ ഓർത്തോളൂ. അഡീഷൻ ടേബിൾ വർക്കൗട്ട് ആവുന്ന സമയമാണിപ്പോൾ. അഡീഷൻ ടേബിളിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? 8 and 5 is equal to how many? Then 8 and 5 is equal to 13. അല്ലേ, 8 and 5 is equal to 13. 13 എഴുതുമ്പോൾ എങ്ങനെയാണ്? 3 1സിൻ്റെ സ്ഥാനത്തും 1 എന്താണ്? 3 1സിൻ്റെ സ്ഥാനത്തും 1 എന്താണ്? 1 10സിൻ്റെ സ്ഥാനത്തും. അല്ലേ, അപ്പോൾ നമ്മൾ 1സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം? 13ൽ 3 1സിൻ്റെ സ്ഥാനത്ത് ഇടണം. പിന്നെ 1 എന്താണ്? 1 10സിൻ്റെ സ്ഥാനത്തല്ലേ? 1 10സിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് 10സിൻ്റെ സ്ഥാനത്തേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ 8ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടുന്നു. ആ 13 എന്ത് ചെയ്യുന്നു? 1സിൻ്റെ സ്ഥാനത്ത് എഴുതുന്നു. ആ ബാലൻസ് ഈസ് 1 നമ്പർ അല്ലേ. റിമൈനിങ് 1 വി ആഡ് 10s, ആഡ് വിത്ത് 10സിനോടൊപ്പം കൂട്ടി 13 കിട്ടി. 13ലെ 3 ഇവിടെ എഴുതിയിട്ട് ബാക്കിയുള്ള 1 എന്ത് ചെയ്യുന്നു? ഇവിടെ 10സിനോടൊപ്പം ചേർക്കുന്നു. അപ്പോൾ 10സിൽ ഏതൊക്കെ നമ്പേഴ്സ് വന്നു? 2 2 1 അല്ലേ, 10സിൽ 2 2 1 വന്നു. അപ്പോൾ അതിവിടെ ആഡ് ചെയ്യണം. എന്താണ്? 2 + 2 + 1 is equal to 5. കണ്ടോ, 2 + 2 + 1 is equal to 5. അപ്പോൾ വിച്ച് നമ്പർ? വാട്ട് ഡു വി ഗെറ്റ്? ഗെറ്റ് 53. ദാറ്റ് ഈസ് 25 + 28 equal to 53. അപ്പോൾ there are 53 apples in total. 53 apples in total. അങ്ങനെ കിട്ടിയത് മനസ്സിലായില്ലേ? Amit has 25 apples and Praveen has 28 apples. There are 53 apples in total. There are 53 apples in total. മനസ്സിലായില്ലേ? അങ്ങനെയാണ് റീഗ്രൂപ്പ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഗ്രൂപ്പ് തിരിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആഡ് 35 and 47. 35ഉം 47ഉം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഏതൊക്കെയാണ്? 35ഉം 35 and 47 ആഡ് ചെയ്യുമ്പോൾ എത്ര നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം? റീഗ്രൂപ്പ് ചെയ്യണ്ടേ? അല്ലേ, റീഗ്രൂപ്പ് ചെയ്യണം. എന്ത് ചെയ്യണം? 10s ഉം 1s ഉം ആക്കണം.
അല്ലേ? ടെൻസും വൺസും ആക്കണം. അപ്പോൾ അത് 35 1 47 ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ പ്ലസ് എന്നാണ് ഇടുക അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? വൺസിൻ്റെ സ്ഥാനത്ത് 7ഉം 5ഉം കിട്ടുന്നത് അല്ലേ? വൺസിൻ്റെ സ്ഥാനത്ത് 7ഉം 5ഉം കിട്ടണം. അപ്പോൾ എന്താണ്? 7ഉം 5ഉം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്തോളൂ. 7ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 12 അല്ലേ? 12 കിട്ടുന്നു. 12 നമുക്കിത് 2 എവിടെയാണ്? വൺസിൻ്റെ സ്ഥാനത്താണ്. 1 ടെൻസിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൺസിൻ്റെ സ്ഥാനത്ത് 2 എഴുതി അല്ലേ? വൺസിൻ്റെ സ്ഥാനത്ത് 2 എഴുതുന്നു. ബാക്കി വരുന്ന റിമൈനിങ് 1 എന്ത് ചെയ്യണം? ടെൻസിനോടൊപ്പം ചേർക്കണം. കണ്ടോ? ടെൻസിനോടൊപ്പം ചേർക്കണം. അപ്പോൾ 7 + 5 = 12. We write the 2. Then balance 1 is add with the tens. ടെൻസിനോടൊപ്പം കൂട്ടുന്നു. അപ്പോൾ എത്ര നമ്പർ കിട്ടുന്നത്? 4 + 3 + 1 അല്ലേ? 4 + 3 + 1 = how many? 8. 4 + 3 = 7. 7 + 1 = 8 അല്ലേ? 8 കിട്ടി. ആ 8 നമ്മൾ എന്ത് ചെയ്യണു? 10ൻ്റെ സ്ഥാനത്ത് എഴുതുന്നു അല്ലേ? കണ്ടില്ലേ? 35 + 47 അല്ലേ? 7 + 5 = 12. The balance 1 is add with the tens. Then numbers are 4 + 3 + 1. 4 + 3 + 1 = 8. The answer is 82. 82. The answer is 82. Yes, 3 + 47 = 82. അപ്പോൾ 82 എന്നാണ് ഉത്തരം കിട്ടുക. ഇങ്ങനെ സ്റ്റെപ്പ് ആക്കിയിട്ട് വേണം എഴുതാൻ. ഇപ്പോൾ 5 + 1 = 12. 12 വൺസ് ആണ് അപ്പോൾ കിട്ടുക. എന്നാൽ റീഗ്രൂപ്പ് 12 വൺസ്, 1 10 and 2 ones അല്ലേ? 2 ones. Then write 2 in the ones place. Then carry over 1 10 to the tens place. Step 2, add the tens. 1 + 3 + 4 = 8 tens. Write 8 in the tens place. That is 82. മനസ്സിലായി? ഇങ്ങനെയാണ് ആഡ് ചെയ്ത് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് അനദർ. വിനി ഹാസ് 82 beads. Her mother gave her 39 beads more. How many beads does she have in all? വിനിയുടെ കയ്യിൽ 82 ബീഡ്സ് ഉണ്ട്. ദെൻ അമ്മ കൊടുക്കുന്നു 39. വിനിയുടെ കയ്യിൽ 82 ബീഡ്സ് ഉണ്ട്. പിന്നെ അമ്മ കൊടുക്കുന്നു എത്ര എണ്ണം? 39 എണ്ണം കൊടുക്കുന്നു. 39 കൊടുക്കുന്നു. ടോട്ടൽ എത്രയാണെന്ന് നമുക്ക് നോക്കണം. എത്ര ബീഡ്സ് ഉണ്ട് ടോട്ടൽ എന്ന് നമുക്ക് കണ്ടെത്തണം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 82 + 39 ആഡ് ചെയ്യണം അല്ലേ? 82 + 39 ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യുന്നു? അത് നമ്മൾ റീഗ്രൂപ്പ് ചെയ്യണം. എങ്ങനെ റീഗ്രൂപ്പ് ചെയ്യണം? ടെൻസും വൺസും ആയിട്ട് എഴുതി വയ്ക്കണം അല്ലേ? അപ്പോൾ ദെൻ 82 and 39 അല്ലേ? 82 and 39 കിട്ടും. അപ്പോൾ അതിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യണം. വൺസ് തമ്മിൽ ആദ്യം ആഡ് ചെയ്യണം അല്ലേ? വൺസ് തമ്മിൽ ആഡ് ചെയ്യണം. എത്രയാണ്? 2 + 9 അല്ലേ? 2 + 9 ആകുമ്പോൾ എത്ര കിട്ടുന്നത്? 2 + 9 = 11 അല്ലേ? 11 വൺസാണ് കിട്ടുന്നത്. 11 വൺസാണ് കിട്ടുന്നത്. ഇവിടെ 11 വൺസ് കിട്ടുന്നു. അപ്പോൾ വൺസിൽ 1 വൺസും ഉണ്ട്, 1 ടെൻസും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും വൺസിനകത്ത് 1 എഴുതണം അല്ലേ? ഈ അറ്റത്ത് ഏതാ കാണുന്നെങ്കിൽ ആ 1 ആണ് എഴുതുക. ദെൻ ബാലൻസ് അല്ലേ? അല്ലെ വൺസ് എഴുതുമ്പോൾ എന്ത് ചെയ്യും? 1 10 and 1 1 കിട്ടിയത് അല്ലേ? അപ്പോൾ റൈറ്റ് ഇൻ 1 വൺസ് പ്ലേസ് അല്ലേ? ഇവിടെ 1 എഴുതിയിട്ട് ബാലൻസ് 1 എന്ത് ചെയ്യണം? ടെൻസിൻ്റെ അടുത്ത് എഴുതണം. ഉണ്ടോ? ഇവിടെ 1 എഴുതി ബാലൻസ് 1 എന്ത് ചെയ്യണം? ഇവിടെ ചേർക്കുന്നു. ടെൻസിൻ്റെ അടുത്ത് ചേർക്കുന്നു അല്ലേ? ടെൻസിൻ്റെ അടുത്ത് 1 ചേർക്കുന്നു. അപ്പോൾ ടെൻസിൻ്റെ അടുത്ത് വിച്ചാർജില്ല നമ്പേഴ്സ്. അപ്പോൾ വീണ്ടും റീഗ്രൂപ്പ് ചെയ്യണം അല്ലേ? ടെൻസിൻ്റെ അടുത്ത് ഒന്ന് വീണ്ടും റീഗ്രൂപ്പ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 3 + 8 + 1 അല്ലേ? 3 + 8 + 1. 3 + 8 = എത്ര? 3 + അല്ലെങ്കിൽ 1 + 8 + 3 അങ്ങോട്ട് തിരിച്ച രീതിയിൽ ഒരേപോലെ തന്നെ അല്ലേ? 3 + 1 എത്ര? 3 + 8 എത്ര? 3 + 8 is 11. 11 + 1 12 കിട്ടിയില്ലേ? 12 ആകുമ്പോൾ ഇവിടെ 2 ആണ് എഴുതി. അറ്റത്ത് ഏതാ വരുന്നെങ്കിൽ അതാണ് എഴുതുക. 2 എഴുതി. പിന്നെ ഇവിടെ 1 ഉണ്ട്. ആ 1 എവിടെ എഴുതണം? അപ്പോൾ വേറൊരു സ്ഥാനം നമ്മൾ കാണണം അല്ലേ? അപ്പോൾ വൺസ് കഴിഞ്ഞു, ടെൻസ് കഴിഞ്ഞു, പിന്നെ ഏതാ വരിക? 100 ആണ് വരിക അല്ലേ? അപ്പോൾ നമ്മൾ 100 ചേർക്കണം. കഴിഞ്ഞതിലൊന്നും 100 എഴുതാൻ മാത്രം ബാലൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ബാലൻസ് ഇവിടെ 3 ഗ്രൂപ്പാണ് അല്ലേ? 3 എണ്ണം കാണണം അല്ലേ? 100 ടെൻസ് വൺസ്. അപ്പോൾ ഇവിടെ
2 9 കൂടി ചേർത്തപ്പോൾ 11 കിട്ടി. 11ൽ 1 എഴുതി, ബാലൻസ് 1 10നോടൊപ്പം കൂട്ടി. അപ്പോൾ 3 + 8 + 1 = 12 കിട്ടി. അവിടെ 2 എഴുതി. ഇവിടെ ബാക്കിയുടെ 100ൻ്റെ സ്ഥാനം വേണം. ബാക്കി ഇവിടെ തന്നെ 100ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 1 എഴുതി. ഇവിടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. ആ 1 ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതി. കണ്ടോ? അപ്പോൾ ഇവിടെ 1 കിട്ടി. ഈ 1 ഇവിടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഈ 1 ഇവിടെ എഴുതി. അപ്പോൾ 121 കിട്ടി അല്ലേ? അതിനാണ് 121 കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇതൊക്കെ നമ്മൾ കൂട്ടിയത്? 82 + 39 = എത്ര കിട്ടിയത്? 121 അല്ലേ? 121 121 കിട്ടി. കണ്ടോ? അപ്പോൾ 121 ബീഡ്സാണ്. 121 ബീഡ്സാണ് ടോട്ടൽ. ഇതൊക്കെ തമ്മിൽ കൂട്ടുമ്പോൾ 82ഉം 39ഉം തമ്മിൽ കൂട്ടുമ്പോൾ 121 കിട്ടുന്നു. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ എന്താണ് ടെൻസും വൺസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ ടെൻസും വൺസും മാത്രമേ. അപ്പോൾ 100 കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് വരുമ്പോഴാണ് 100 വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ഥാനം ഏതാ നമ്മൾ നോക്കണം. അപ്പോൾ 1 10 100 അല്ലേ? 1s 10s 100. ഇനി ഇവിടെ വീണ്ടും ബാലൻസ് വരികയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? 100ൻ്റെ ഇവിടെ എന്തായിരിക്കും? 1000 ആയിരിക്കും അല്ലേ? അപ്പോൾ 1s 10s 100 and 1000 നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ 100ൻ്റെ സ്ഥാനം വരെ എത്തി. നോക്കൂ, ഇങ്ങനെയാണ് ആ റീഗ്രൂപ്പ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ 82 + 39 = 121. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ മാത്സൊക്കെ ചെയ്യണം കേട്ടോ. അതിനാണിത് പറഞ്ഞു തരുന്നത്. കുറച്ചെണ്ണം പറഞ്ഞു തരും എക്സാമ്പിൾ. ദെൻ ഡു ഇറ്റ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ചെയ്യണം. അതിനുള്ള പ്രാക്ടീസാണ് ഇപ്പോൾ തരുന്നത്. നെക്സ്റ്റ് നോക്കാം. ആഡ് 69 and 56. 69ഉം 56ഉം ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 69ഉം 56ഉം കൂടി നിങ്ങൾ കൂട്ടണം. ആഡ് 69 and 56 അല്ലേ? 69ഉം 56ഉം എങ്ങനെയാണ് കൂട്ടുക എന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതണം. എന്താണ്? 69 + 56 എന്ന് എഴുതണം. ഇങ്ങനെ എഴുതണം. എന്നിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? ടെൻസും വൺസും തിരിക്കണം അല്ലേ? ടെൻസും വൺസും ആക്കണം. ടെൻസും വൺസും 69 and 56. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 9ഉം 6ഉം കൂടി ആഡ് ചെയ്യണം അല്ലേ? 6ഉം 9ഉം കൂടി ആഡ് ചെയ്യണം. 6ഉം 9ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും? ഹൗ ഡു വി ഗെറ്റ് വിച്ച് നമ്പർ? എത്ര വൺസ് കിട്ടും? 15 വൺസ് കിട്ടും അല്ലേ? അതാണ് റീഗ്രൂപ്പ് ചെയ്യൽ. റീഗ്രൂപ്പ് 15 വൺസ് കിട്ടും അല്ലേ? ആ 15 വൺസിന് എങ്ങനെയാണ്? 5 വൺസും 1 10ഉമാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആ 5 ആണ് വൺസിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. 5 വൺസിൻ്റെ സ്ഥാനത്ത് എഴുതുന്നു. എന്നിട്ട് കഴിഞ്ഞാൽ ബാക്കി 1 ഇല്ലേ? ടെൻസിന്, അത് ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് ആഡ് ചെയ്യണം. ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് അത് ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ്? 9ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 15 വൺസ് കിട്ടുന്നു. 15 വൺസിലെ ബാലൻസ് 1 എന്ത് ചെയ്യുന്നു? ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് ഇതാ ആഡ് ചെയ്തിരിക്കുന്നു. കണ്ടോ? എന്നിട്ട് ടെൻസിൻ്റെ സ്ഥാനത്ത് വന്നത് നമ്മൾ ആഡ് ചെയ്യണം. ടെൻസിൻ്റെ ഏതൊക്കെയാണ് വന്നത്? 5 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 1 വന്നിട്ടില്ലേ? 5 6 1 ഇത് 3 കൂടിയിട്ട് ആഡ് ചെയ്യണം. അത് അടുത്ത സ്റ്റെപ്പ് അല്ലേ? അപ്പോൾ എങ്ങനെ കിട്ടും? 5 + 6 എത്രയാണ്? 11 ആണ്. 11 + 1 എത്രയാണ്? 12 അല്ലേ? 12 കിട്ടുന്നു. 12 കിട്ടുമ്പോൾ അവിടെ ആ 12 മൊത്തം എഴുതാൻ പറ്റില്ല. 12ൻ്റെ 2 എഴുതണം അല്ലേ? അപ്പോൾ ടെൻസിൻ്റെ സ്ഥാനത്ത് 2 വരും. പിന്നെ അവിടെ ടെൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ്? പിന്നെ പ്രൈസ് വാല്യൂ ഏതാണ്? 100 ആണല്ലേ? 1s 10s 100. 100ൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 എഴുതി, ബാക്കി 1 100ൻ്റെ സ്ഥാനത്തേക്ക് എഴുതുന്നു. ഇവിടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് ആ 1 ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതുന്നു. അപ്പോൾ വിച്ച് ഇസ് നമ്പർ? വി വിൽ ഗെറ്റ് 125 അല്ലേ? അപ്പോൾ എന്താണ്? 9 + 6 = 15 ones. We regroup 15 ones, 1 10 and 5 ones. Then write 5 in the ones place, carry over 1 in tens place. 5 in ones place and carry 1 in tens place. Then regroup 5 + 6 + 1. We will get 12. 12 regroup ചെയ്യുമ്പോൾ എത്രയാണ്? 12 ടെൻസ് ആണ് കിട്ടുക അല്ലേ? 12 ടെൻസ് അല്ലേ? 12 10 ആണ് കിട്ടുക അല്ലേ? 12 10 ആകുമ്പോൾ എത്രയാണ്? 120 ആണ്. അപ്പോൾ എങ്ങനെയാണ്? 100 and 20 ടെൻസ് അല്ലേ കിട്ടുക അല്ലേ? 100ഉം 2 ടെൻസ് ആണ് കിട്ടുക അല്ലേ? അപ്പോൾ നമ്മൾ ആ 2 ടെൻസ് എന്ത് ചെയ്യണം? 12 എഴുതുമ്പോൾ എങ്ങനെ കിട്ടുക? ഇവിടെ ടെൻസിൻ്റെ സ്ഥാനത്ത്
102 ടെൻസ് അല്ലേ കിട്ടുക അല്ലേ? അപ്പോൾ 2 ടെൻസിൻ്റെ സ്ഥാനത്ത് എഴുതി 100ൻ്റെ സ്ഥാനത്ത് 1 എന്ത് ചെയ്യണം? 100 എന്ന് എഴുതിയിട്ട് അവിടെ 1 ചേർത്തു. 100ൻ്റെ സ്ഥാനത്തേക്ക് 1 ചേർത്തു. then we get 125. മനസ്സിലായോ? 100 പ്ലേസിൻ്റെ അവിടെയാണ് എഴുതേണ്ടത് അല്ലേ? റൈറ്റിംഗ് 2 ടെൻസ് ആൻഡ് carry ഓവറിന് 100 to the 100 പ്ലേസിലെ 100ൻ്റെ അവിടെ എഴുതണം. അപ്പോഴാണ് 125 കിട്ടുന്നത്. അപ്പോൾ 69 + 56 is equal to 225 കിട്ടി. കണ്ടോ? ഇങ്ങനെയാണത് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഇതൊക്കെ എഴുതണം കേട്ടോ. ഇതിലെല്ലാം കൂടി കുത്തി നിറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ എഴുതണം? 15 വൺസ് കിട്ടിയെന്ന് എഴുതണം. 15 വൺസിനോട് 5 എഴുതണമെന്ന് എഴുതണം. പിന്നെ ആ 5ലെ ബാലൻസ് 1 ടെൻസിനോടൊപ്പം ചേർക്കുന്നു എന്ന് എഴുതണം. ടെൻസിനോടൊപ്പം ചേർക്കുമ്പോൾ 5 + 6 + 1 is equal to 12 കിട്ടുന്നു. 12 ടെൻസ് ആണ് അല്ലേ? 12 ടെൻസ് മീൻസ് 12 × 10. അപ്പോൾ എത്ര കിട്ടുക? 120. 120ൽ എത്രയാണ്? ഒരു 100 ഉണ്ട് 20 അല്ലേ? 2 ടെൻസ് കിട്ടും അല്ലേ? 20 കിട്ടും. അപ്പോൾ 22 അല്ലേ? 2 ടെൻസ് കിട്ടും. 2 ടെൻസിൽ 2 ഇവിടെ എഴുതുന്നു. 100ൻ്റെ സ്ഥാനത്തേക്ക് 1 ചേർക്കുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ആൻസർ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തം ചെയ്ത സംഖ്യ അല്ലേ? അപ്പോൾ നമ്മളത് ശരിക്കും റീഗ്രൂപ്പാക്കി എഴുതണം. ഇവിടെ ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ട്, എഴുതിയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് മറ്റ് കണക്കുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാനുണ്ട്. ആഡ് ദി ഫോളോയിങ്. ഇത് ഫുള്ള് നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്കുകളാണ്. ഈ ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തിട്ട് നിങ്ങൾ എന്നെ കാണിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്ഷൻ ചെയ്തു തരാം. ഇപ്പോൾ 2-3 കണക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നില്ലേ? ആ എക്സാമ്പിൾ പ്രകാരം നിങ്ങൾ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട് കണക്കൊക്കെ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രകാരം ചെയ്തിട്ട് നിങ്ങൾ ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസർ എനിക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കാണിച്ചു തരണം. നോട്ട്ബുക്കിലേക്ക് ചെയ്തിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്ഷൻ തരാം. ഓക്കെ, അങ്ങനെ ഓരോന്നും മൊത്തം ഇത്രയും എക്സാമ്പിളുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണുണ്ട്. അതൊക്കെ ടെൻസും വൺസും മാത്രമേ എഴുതൂ. 100ൻ്റെ സ്ഥാനത്തും ഉണ്ട്. ഇത്രയും മാത്സ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇത് ചെയ്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്തിട്ട് എന്നെ കാണിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കറക്ഷൻ തരാം. ഓക്കെ, മറ്റേ ചെയ്തതുപോലെ ചെയ്യുക. അപ്പോൾ അത് ആൻസർ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്ഷനായി എന്തിനാ തെറ്റിയെങ്കിൽ ഞാനപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതേ പ്രകാരം ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് അത് നോക്കാം. അഡീഷൻ ഓഫ് 3 2-digit നമ്പേഴ്സ്. അടുത്ത സെക്ഷൻ ഏതാ നോക്കാം. അഡീഷൻ ഓഫ് 3 2-digit നമ്പേഴ്സാണ്. അഡീഷൻ ഓഫ് 3 2-digit നമ്പേഴ്സ് എന്താണ്? റീഗ്രൂപ്പിംഗ് വൺസ് തന്നെയാണ്, വിത്ത് റീഗ്രൂപ്പിംഗ് തന്നെയാണ്. എന്താണ്? ഇൻ എ ഫ്രൂട്ട് സ്റ്റാൾ ദർ ആർ 27 മാംഗോസ്, then 23 oranges and 35 apples. How many fruits are there in all? 27 മാംഗോസ് ഉണ്ട് ഒരു കടയിൽ. ഒരു ഫ്രൂട്ട്സിൻ്റെ കടയാണ്. അവിടെ 27 മാംഗോസ് ഉണ്ട്, 27 മാങ്ങകളുണ്ട്. ദെൻ 35 ആപ്പിൾസ് ഉണ്ട്, 35 ആപ്പിളുകളുണ്ട്. ദെൻ 23 ഓറഞ്ചസ്, 23 ഓറഞ്ചുകളും ഉണ്ട് ആ ഫ്രൂട്ട് ഷോപ്പിൽ. അപ്പം ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഇൻ ആൾ? ടോട്ടൽ ആ കടയിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ട്? അതാണ് നമ്മുടെ ക്ലാസ്. അപ്പം നമുക്ക് നോക്കാം. എന്ത് ചെയ്യണം? എഴുതണം അല്ലേ? ഏതൊക്കെയാണ്? എത്രയാണ്? ഫ്രൂട്ട് സ്റ്റാളിൽ 27 മാംഗോസ് ഉണ്ട്, 35 ആപ്പിൾസ് ഉണ്ട്, 23 ഓറഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം. എങ്ങനെയാണ്? 27 മാംഗോസ് അല്ലേ, 35 ആപ്പിൾസ് ആൻഡ് 23 ഓറഞ്ചസ്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ എഴുതണം. അതിങ്ങനെ എഴുതണം. എന്നിട്ട് എഴുതി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, വേണ്ട അത് ടെൻസും വൺസും ആക്കി അല്ലേ? ടെൻസും വൺസും റീഗ്രൂപ്പ് ചെയ്തു. വേണ്ട 27 35 23 എന്ന് എഴുതി. ഇനി ഇത് ആദ്യം വൺസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആഡ് ചെയ്യണം. വൺസിൻ്റെ സ്ഥാനത്ത് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരുന്നത്? 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ എഴുതിയാലും 7 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. ഇങ്ങോട്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമ്മൾ 7 5 3 ആഡ് ചെയ്തു. 3 and 5 എത്രയാണ്? 3 ഉം 5 കൂടി ചേർക്കുമ്പോൾ 8 അല്ലേ? 8 + 7 എത്ര വരിക? 15 അല്ലേ? 15ൽ എന്ത് ചെയ്യണം? 15 വൺസ് അല്ലേ? അപ്പോൾ ഏറ്റവും അറ്റത്തെ സംഖ്യ അതാണ് എഴുതുക. 15 വൺസിൽ 5 ആണ് വൺസിൻ്റെ അറ്റത്ത് വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ 5 ഇവിടെ എഴുതി അല്ലേ, 5 ഇവിടെ എഴുതി കണ്ടോ, 5 ഇവിടെ എഴുതി. ബാലൻസ് ഇൻസ് 1 അല്ലേ, ഈ 1 ടെൻസിൻ്റെ സ്ഥാനത്തല്ലേ, അതിവിടെ ടെൻസിൻ്റെ സ്ഥാനത്ത് ആഡ് ചെയ്തു കണ്ടോ, ടെൻസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കണു കണ്ടില്ലേ. അപ്പോൾ അത് 7 + 3 + 15 ones. 15 ones റീഗ്രൂപ്പ് 1 10 and 5 ones അല്ലേ, 1 10s and 5 ones ആണ്. അത് റൈറ്റ് ഇൻ 5 in the ones place, carry over 10 in 10 1 10 അല്ലേ, 1 10 in 10s place. ഓക്കെ, അത് ആഡ് ചെയ്യുക. ഓക്കെയാണ് 2 + 3 + അല്ലേ, 2 + 3 + 2 + 1 അല്ലേ, ഇനി 1 + 2 + 1 + 2 + 3 + 2 അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് കിട്ടി, അത് കിട്ടി 2 + 3 എത്രയാണ് 5, 5 + 2 7, 7 + 1 8. അപ്പോൾ അവിടെ എത്ര കിട്ടുന്നു നോക്കൂ, 85 എന്ന് കിട്ടുന്നു അല്ലേ. അപ്പോൾ 85 എന്ന് കിട്ടുന്നു. അപ്പോൾ ഏതാണ് വി വിൽ ഗെറ്റ് 85. അപ്പോൾ ദർ ആർ 85 ഫ്രൂട്ട്സ് ഇൻ ഓൾ. 27 മാംഗോസ് ഉണ്ട്, 35 ആപ്പിൾസ് ഉണ്ട്, 23 ഓറഞ്ചും കൂടി ചേർത്താൽ ആ കടയിൽ 85 പഴങ്ങളാണ് ടോട്ടലുള്ളത് കണ്ടോ. അങ്ങനെയാണ് റീഗ്രൂപ്പ് ചെയ്യുക, മനസ്സിലായി. അപ്പോൾ അത് കിട്ടുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോ വാക്കുകളായിട്ട് എഴുതും വേണം കേട്ടോ. ഞാൻ പെട്ടെന്ന് മനസ്സിലായി, എല്ലാം കൂടി കുത്തിരിക്കി എഴുതിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് കേട്ട് ഞാൻ ഈ പറയുന്നത് മുഴുവൻ എഴുതിയിട്ടില്ല, പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അവിടെ ചെക്ക് എഴുതിയിട്ട് അപ്പോൾ നമുക്ക് വിൽ ഗെറ്റ് 85 ഫ്രൂട്ട്സ് ആർ ദർ ഇൻ ദാറ്റ് ഷോപ്പ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. റീഗ്രൂപ്പിംഗ് ബോത്ത് വൺസ് ആൻഡ് ടെൻസ്, ആഡ് 29, 35 and 52. ഇതൊക്കെ ചേർക്കേണ്ടത് 29, 35 and 52. ഇത് 3 എണ്ണം കൂടിയിട്ട് ആഡ് ചെയ്യണം. ഇപ്പം എങ്ങനെ എഴുതുക, 29 + 35 + 52 അല്ലേ, അങ്ങനെ എഴുതണം. നമ്മൾ എഴുതണം. ഇത് എഴുതി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുമ്പോൾ ടെൻസും വൺസും ആക്കി തിരിക്കണം വേണ്ടേ. ടെൻസും വൺസും തിരിക്കുമ്പോഴോ ഇതാ 29, 35 and 52. ഇത് വൺസിൻ്റെ സ്ഥാനത്താണ് ആഡ് ചെയ്യേണ്ടത്. വൺസിൻ്റെ സ്ഥാനത്ത് ആഡ് ചെയ്യുന്നു. എങ്ങനെയാണ്, 2 + 5 എത്ര കിട്ടുന്നു 7 കിട്ടുന്നു. 7 + 9 എത്ര കിട്ടുന്നത് 9 + 5 + കണ്ടോ, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയേക്കണില്ലേ, 9 + 5 + 2 = 9 + 5 എത്രയാണ് 14 അല്ലേ. 14 + 2 16 അല്ലേ, 16 കിട്ടുന്നു അല്ലേ. 9 + 5 + 2 = 16 വൺസ് ആണ് അല്ലേ, 16 വൺസ് ആണ്. അപ്പോൾ ഇവിടെ അറ്റത്ത് 6 വരുന്നത്. ആ 6 നമ്മൾ എന്ത് ചെയ്യണം, വൺസിൻ്റെ സ്ഥാനത്ത് എഴുതണം. വൺസിൻ്റെ സ്ഥാനത്ത് റൈറ്റ് ഇൻ 6 in the ones place, carry over 1 ബാലൻസ് വരുന്നുണ്ട് അല്ലേ. ആ 1 എന്ത് ചെയ്യണം, ടെൻസിൻ്റെ സ്ഥാനത്ത് എഴുതണം. ടെൻസിൻ്റെ സ്ഥാനത്ത് ഇതാ എഴുതി കണ്ടോ, ടെൻസിൻ്റെ സ്ഥാനത്ത് എഴുതിയിട്ട് ആ ടെൻസിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, വീണ്ടും ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യുക, ടെൻസ് സ്ഥാനത്ത് ഏതൊക്കെയാണ് 5 + 3 + 2 + 1 കണ്ടോ, 5 + 3 + 2 + 1 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു, ദെൻ 11 ടെൻസ് ആട്ടോ. ഇവിടെ 16 വൺസ് ആണ്, ഇവിടെ 11 ടെൻസ് ആണ്. അപ്പോൾ 11 ടെൻസ് പറഞ്ഞാൽ 11 × 10 110 അല്ലേ കിട്ടുക, 110 അല്ലേ കിട്ടുക അല്ലേ. അപ്പോൾ 110 കിട്ടും അല്ലേ. അപ്പോൾ ശരിക്കും 110 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 0 ഇല്ല, വൺസിൻ്റെ സ്ഥാനത്ത് 0 ആണ് പോയി. ദെൻ 1 ആണ് കിട്ടുന്നത് വൺസിൻ്റെ. അപ്പോൾ 1 ഇവിടെ എഴുതി അല്ലേ. 11 കിട്ടുമ്പോൾ 11 1 ഇവിടെ എഴുതി. ബാലൻസ് 1 ഉണ്ട്. ബാലൻസ് 1 ഏത് സ്ഥാനമാണ്, 100 ആണ്. വൺസും ടെൻസും കഴിഞ്ഞ് ഇവിടെ 100 അല്ലേ വരിക. അപ്പോൾ 100ൻ്റെ സ്ഥാനത്തേക്ക് ഇതിലത്തെ വൺസ് എഴുതി, ഇതിലത്തെ ഒരു 1 എഴുതി 100ൻ്റെ സ്ഥാനത്ത് എഴുതി. പിന്നെ ഇവിടെ ഒന്നും ആഡ് ചെയ്യാനില്ല, അതുകൊണ്ട് ആ 1 ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിരുന്നു. അപ്പോൾ വി വിൽ ഗെറ്റ് 116 കിട്ടി, മനസ്സിലായോ, 116 കിട്ടി. അതാണ് ദ ആൻസർ ഈസ് 29 + 35 + 52 = 116. അങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടോ, ആഡ് ചെയ്തിട്ട് വേണം ഈ ആൻസർ കിട്ടാൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അഡീഷൻ ടേബിൾ തെറ്റാതെ പഠിക്കണം, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എക്സാമ്പിൾ തരികയാണ്, നിങ്ങളോട് കണ്ടിട്ട് ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് തരികയാണ്. എന്താ ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക്
മാത്സ് തരികയാണ്. ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ചെയ്തിട്ട് ആൻസർ ഷോ മീ ദ ആൻസർ. ദെൻ ദാറ്റ് ടൈം ഐ വിൽ കറക്റ്റ് യു. ഓക്കെ, ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കറക്ഷൻ തരാം. അപ്പോൾ നിങ്ങളിത് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അഡീഷനാണ്, അത് നല്ല സുഖമാണ് അഡീഷൻ ചെയ്യാൻ അല്ലേ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് തരണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്ഷൻ തരാം. നെക്സ്റ്റ് ഇത് നേരത്തെ ടെൻസും വൺസും മാത്രമുള്ളതാണ്. ഇതാവുമ്പോൾ 100 കൂടി ഉണ്ടാവും. കണ്ടോ, ഇത്രയും മാത്സ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, ചെയ്തിട്ട് കാണിച്ചു തരണം. ഓക്കെ, നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഉദാഹരണം നിങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ട് എനിക്ക് ആൻസർ കാണിച്ചു തരണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്ഷൻ തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, വേർഡ് പ്രോബ്ലംസ് എന്നാണ്. വേർഡ് പ്രോബ്ലംസ് കുറേ മാത്സ് ഉണ്ട്. എടുത്ത് നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്താണ്, there are 24 blue fish and 35 yellow fish in an aquarium. How many fish are there in all? 24 ബ്ലൂ ഫിഷ് ഉണ്ട്, 24 നീല മീനുകളുണ്ട്. ദെൻ 35 യെല്ലോ ഫിഷ് ഉണ്ട്, മഞ്ഞ മീനുകളുമുണ്ട്. ഒരു അക്വേറിയത്തിൽ 24 നീല മീനുകളുണ്ട്, 35 മഞ്ഞ മീനുകളുണ്ട്. ടോട്ടൽ എത്ര, ഹൗ മെനി ഫിഷ് ആർ ദർ ഇൻ ഓൾ, എത്രയാണെന്നാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് തന്നെയാണ്. അതിൻ്റെ എന്താ പറയുക, കാണേണ്ട വഴി വേ ടു ഫൈൻഡ് ഞാൻ കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ 24 പിന്നെ ബ്ലൂ ഫിഷും ഉണ്ട്, 35 യെല്ലോ ഫിഷും ഉണ്ട്. അത് കണ്ടെത്താൻ എന്ത് ചെയ്യണം, 24ഉം 35ഉം കൂടി ആഡ് ചെയ്യണം. മനസ്സിലായി, ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ടെൻസും വൺസും ആയിട്ട് നിങ്ങൾ എഴുതണം. ടെൻസും വൺസും എഴുതി നിങ്ങൾ ആഡ് ചെയ്തിട്ട് ആൻസർ എന്നെ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, റോഷൻ ഹാസ് 38 stamps. Then his cousin gave him 28 stamps. How many stamps are there in he have in all? റോഷൻ്റെ കയ്യിൽ 38 സ്റ്റാമ്പ് ഉണ്ട്, 38 സ്റ്റാമ്പ്. ദെൻ റോഷൻ്റെ കസിൻ 28 സ്റ്റാമ്പും കൊടുത്തു. അപ്പോൾ എത്ര സ്റ്റാമ്പുകൾ ഉണ്ടാവും റോഷൻ്റെ കയ്യിൽ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണം, ചെയ്യണം 38 + 28 അല്ലേ. 38ഉം 28ഉം നിങ്ങൾ ആഡ് ചെയ്യണം. എന്നിട്ട് അതിങ്ങനെ എഴുതണം. നോക്കൂ, ടെൻസും വൺസും 38 + 28 എന്ന് എഴുതണം. എന്നിട്ട് നിങ്ങൾ ആദ്യം വൺസ് ആഡ് ചെയ്യണം. എന്നിട്ട് വൺസിൻ്റെ ബാക്കി ബാലൻസ് ടെൻസിലിട്ട് ടോട്ടൽ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇതും നിങ്ങളുടെ ഹോംവർക്ക് തന്നെയാണ്, അത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് എന്താണ്, ഇൻ എ ഫ്ലവർ വേസ് 18 റെഡ് ഫ്ലവേഴ്സ്, 18 റെഡ് ഫ്ലവേഴ്സ് ആൻഡ് 23 യെല്ലോ ഫ്ലവേഴ്സ്. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ എ ഫ്ലവർ വേസ് എന്നാണ് പറഞ്ഞാൽ. ഒരു ഫ്ലവർ വേസ് എത്ര, 18 ചുമന്ന പൂക്കളുണ്ട്, 23 മഞ്ഞ പൂക്കളുണ്ട്. മൊത്തത്തിൽ ആ ഫ്ലവർ വേസിൽ എത്ര പൂക്കളുണ്ട് എന്നാണ് ചോദ്യം. മനസ്സിലായോ, എത്ര പൂക്കളുണ്ട് എന്നാണ്. 18 ചുമപ്പുണ്ട്, 23 മഞ്ഞപ്പൂക്കളുണ്ട്. എത്രയാണ് മൊത്തത്തിൽ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ നമ്മൾ കാണേണ്ടത്, 18ഉം 23ഉം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 18ഉം 23ഉം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്, ടെൻസും വൺസും ആയിട്ട് അല്ലേ. 18 + 23 ആഡ് ചെയ്യണം. എന്നിട്ട് ആദ്യം വൺസ് തമ്മിൽ ആഡ് ചെയ്യണം, അതിൻ്റെ ബാലൻസ് ടെൻസിനോടൊപ്പം കൂട്ടണം. ദെൻ അപ്പോൾ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ആൻസർ. ഓക്കെ, ടോട്ടൽ നമ്പർ. ഓക്കെ, അതും കണ്ടെത്തിക്കോളൂ. ഇത് ആൻസർ കാണിച്ചു തരണം. നെക്സ്റ്റ് ഈസ് എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 32 tomatoes, then 13 carrots and 22 ladies' fingers. Find the total number of vegetables. കണ്ടോ, 13 എന്തുണ്ട്, അല്ല, ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 32 ടൊമാറ്റോസ്, 32 തക്കാളികളുണ്ട്. ദെൻ 13 ക്യാരറ്റ്സ് ഉണ്ട്, 13 ക്യാരറ്റ് ഉണ്ട്, 22 വെണ്ടയ്ക്കയുണ്ട്, 32 തക്കാളി ഉണ്ട്, 13 ക്യാരറ്റ് ഉണ്ട്, ദെൻ 22 വെണ്ടയ്ക്കയുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്, 32 + 13 + 22 അല്ലേ, ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതണം നിങ്ങൾ.
മനസ്സിലായി? ഈ ബ്ലൂ കളറിലാണ്. ഇതാണ് 32 + 13 + 22. എന്നിട്ട് ഇങ്ങനെ ആഡ് ചെയ്യണം. എങ്ങനെയാണ്? ടെൻസ് വൺസായിട്ട് കണ്ടോ? ടെൻസ് വൺസ് 32 + 13 + 22. എന്നിട്ട് അതിൽ വൺസ് ആദ്യം ആഡ് ചെയ്യണം. വൺസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ബാലൻസ് ടെൻസിനോടൊപ്പം കൂട്ടി എഴുതുമ്പോൾ ടോട്ടൽ നമ്പർ കിട്ടും. 32 + 13 + 22 ഹൗ മെനി എന്ന് കിട്ടും. അതും ആൻസർ നിങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം? എനിക്ക് തരണം. ഒന്നിച്ച് ചെയ്യേണ്ടതൊന്നും കേട്ടോ, ഒന്നിച്ച് ചെയ്യേണ്ട, ഓരോ ടൈമിലായിട്ട് ഞാൻ പറയണ്ട. അപ്പോൾ നിങ്ങൾ ഓരോന്നായിട്ട് ചെയ്തിട്ട് കാണിച്ചു തരും. നെക്സ്റ്റ് ഹോംവർക്ക് നോക്കാം. ഇപ്പോൾ ഹോംവർക്കാണ്. നെക്സ്റ്റ് ഹോംവർക്ക് നോക്കാം. എന്താണ്? വൃന്ദ ഹാസ് എ കളക്ഷൻ ഓഫ് 56 red pearls, then 42 green beads and 39 grey pebbles. Find the sum. ടോട്ടൽ കാണാം. എന്താണ്? വൃന്ദയുടെ കയ്യിൽ 56 ചുമന്ന പേളുണ്ട്, 42 പച്ച മുത്തുകളുണ്ട്, 39 ഗ്രേ കളറിൽ നരച്ച കളറുള്ള പെബിൾസും ഉണ്ട്. 56 + 42 + 39. ടോട്ടൽ എത്ര മുത്തുകളുണ്ട് എന്നാ ചോദ്യം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? 56 + 42 + 39 ഇങ്ങനെ എഴുതണം നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത്. എന്താണ്? 56 + 42 + 39 എന്ന് കാണും. എന്നിട്ട് അതെങ്ങനെ ചെയ്യണം? ഇങ്ങനെ ആഡ് ചെയ്യണം. ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കണം. എങ്ങനെയാണ്? എന്താണ്? വൺസ്, ടെൻസ്, 100 എഴുതി വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പം എന്നാൽ 56 + 42 + 39 അത് ആഡ് ചെയ്യണം. വൺസിൻ്റെ ആഡ് ചെയ്യുക. വൺസിൻ്റെ എത്രയെങ്കിലും അത് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് വൺസിൻ്റെ സ്ഥാനം എടുത്ത് എഴുതുക. ദെൻ ബാലൻസ് എന്ത് ചെയ്യണം? ടെൻസിനോടൊപ്പം ചേർക്കണം. ടെൻസിനും ആഡ് ചെയ്യുക. ടെൻസിന് ആഡ് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ 100നോടൊപ്പം ചേർക്കണം. 100 ഇവിടേക്ക് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? 56 + 42 + 39 അങ്ങനെ ആഡ് ചെയ്തതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ആണ്. നല്ല സുഖമായിട്ട് ആഡ് ചെയ്യാൻ പഠിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് തുടരുകയാണ് കേട്ടോ, മാത്സ് തുടരുകയാണ്. എന്താണ്? എ ഗാർഡൻ ഹാസ് 25 റെഡ് റോസസ് ആൻഡ് 57 വൈറ്റ് റോസസ്. ഹൗ മെനി റോസസ് ആർ ദി നാൾ? ഒരു പൂന്തോട്ടത്തിൽ 25 ചുമന്ന ചെമ്പനീർ പൂക്കളുണ്ട് അത്രേ. ദെൻ 57 വെള്ള റോസാപ്പൂക്കളുണ്ട്. 25 ചുമന്ന റോസാപ്പൂക്കളുണ്ട്. ദെൻ 57 വെള്ള റോസാപ്പൂക്കളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര റോസ് പൂക്കൾ ഉണ്ടാവും ആ ഗാർഡനിൽ എന്നാണ്. അപ്പോൾ നമുക്ക് എത്രയാണ്? ദെൻ 25 റെഡ് റോസാണല്ലേ, 57 വൈറ്റ് റോസാണ്. 25ഉം 57, 25ഉം 57. അപ്പോൾ നമുക്ക് റെഡാണോ വൈറ്റാണോ നോക്കണം. നമുക്ക് ആ ടോട്ടൽ നമ്പർ മാത്രം എടുക്കുക. ആ നമ്പർ ഈ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് എന്ത് വേണം? അത് ടെൻസും വൺസും ആക്കിയിട്ട് ഇങ്ങനെ നമ്മൾ എഴുതണം. ടെൻസും വൺസും ആക്കിയിട്ട്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 52, 57 അല്ലേ, 25ഉം തമ്മിൽ കൂട്ടുകയാണ് അല്ലേ. 25ഉം 57ഉം തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ എഴുതിയിട്ട് ആദ്യം വൺസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് ടെൻസിൽ ചേർക്കുക. ബാലൻസ് ഉണ്ടെങ്കിൽ 100ൽ ചേർക്കുക. ഇതിങ്ങനെ അത് ടോട്ടൽ ചെയ്ത് തരും അല്ലേ. അങ്ങനെ എഴുതിയിട്ട് ടോട്ടൽ കിട്ടും. അപ്പോൾ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇത് ഗ്രീൻ കളറിൽ എഴുതിയിരിക്കണം. എന്താണ് ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്നത്? നേഹ ബോട്ട് എ ബോക്സ് ഓഫ് പെൻസിൽ ഫോർ 98 രൂപയ്ക്ക് ആണ് ഒരു ബോക്സ് പെൻസിൽ മേടിച്ചത്. പിന്നെ 98 രൂപയ്ക്ക് ഒരു പെട്ടി ക്രയോൺസും മേടിച്ചു. 97 രൂപയ്ക്ക്. ഫൈൻഡ് ദ ടോട്ടൽ മണി സ്പെൻഡ്. 98 രൂപയ്ക്ക് പെൻസിൽ മേടിച്ചു. 97 രൂപയ്ക്ക് ക്രയോൺസും മേടിച്ചു. 98 രൂപയ്ക്കും മേടിച്ചു, 97 രൂപയ്ക്കും മേടിച്ചു. അപ്പോൾ ടോട്ടൽ എത്രയാണ് കിട്ടുക? എത്ര രൂപ കുട്ടിക്ക് ചിലവായി എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 98ഉം 97, 98ഉം 97ഉം കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് 100ൻ്റെ സ്ഥാനം ഉണ്ടെങ്കിൽ 100 എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വൺസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. വൺസിൻ്റെ സംഖ്യ ഇവിടെ എഴുതണം. ബാലൻസ് വരുന്നത് 10നോടൊപ്പം ആഡ് ചെയ്യണം. ആ 10ൽ എത്ര 100 വരുന്നുണ്ടോ, ടെൻസ് വരുന്നുണ്ടോ നോക്കുക. ടെൻസാണ് എഴുതണം. ബാക്കി 100 വരുന്നുണ്ടെങ്കിൽ 100ൻ്റെ സ്ഥാനത്ത് എഴുതണം. എന്നിട്ട് അത് ഇവിടെ ടോട്ടൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 98 + 97ൻ്റെ ആൻസർ എത്ര രൂപയാണ് ചിലവാക്കിയത് എന്ന് അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്താൽ കിട്ടും.
മനസ്സിലായോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. മനു ബോട്ട് 38 റെഡ് ബലൂൺസ്. മനുവിൻ്റെ കയ്യിൽ 38 ചുമന്ന ബലൂൺ ഉണ്ടായിരുന്നു. 43 എന്താണ് ബ്ലൂ ബലൂണുണ്ട്, നീല ബലൂണുണ്ട്, 34 വെള്ള ബലൂണുണ്ട്. മൊത്തത്തിൽ എത്ര ബലൂൺ ഉണ്ടാവും എന്നാണ് ചോദ്യം. 38 ചുമന്ന ബലൂണുണ്ട്, 43 നീല ബലൂണുണ്ട്, 34 വെള്ള ബലൂണുണ്ട്. ടോട്ടൽ എത്ര വരിക നമുക്ക് കാണണം. നമ്മൾ എന്ത് ചെയ്യണം? 38 പ്ലസ് 43 പ്ലസ് 34 അല്ലേ? 38 പ്ലസ് 43 പ്ലസ് 34 എന്ന് നമ്മൾ ആഡ് ചെയ്ത് വയ്ക്കും. ഇത് ആഡ് ചെയ്ത് എന്ത് ചെയ്യണം? അത് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി എഴുതണം അല്ലേ? എഴുതണം. എങ്ങനെ എഴുതണം? ടെൻസും വൺസും ആക്കിയിട്ട് എഴുതണം. എഴുതുമ്പോൾ എന്താണ്? 38 പ്ലസ് 43 പ്ലസ് 34 എന്ന് കിട്ടും അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? വൺസിൻ്റെ സ്ഥാനത്ത് ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് വൺസിൻ്റെ സ്ഥാനത്ത് കാണണം എത്ര വൺസ് ഉണ്ടെന്ന് കാണണം. വൺസിൻ്റെ സ്ഥാനത്തും ടെൻസിൻ്റെ സ്ഥാനത്തും എത്രയെന്ന് കണ്ടിട്ട് വൺസിൻ്റെ സ്ഥാനത്ത് കഴിഞ്ഞാൽ ടെൻസിൻ്റെ സ്ഥാനത്തുള്ളത് ടെൻസിൻ്റെ സ്ഥാനത്ത് എഴുതുക. അത് കഴിഞ്ഞ് വീണ്ടും 100ൻ്റെ സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ അത് 100ൻ്റെ സ്ഥാനത്ത് എഴുതുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ബലൂൺ എത്രയാണെന്നുള്ള കണക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ, അപ്പോൾ ടോട്ടൽ ബലൂൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും കണ്ടുപിടിച്ചോളൂ. കണ്ടുപിടിച്ച ആൻസർ എനിക്ക് തന്നാൽ ഞാനത് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ എല്ലാം ചെയ്യാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിച്ച് എനിക്ക് തരണം, ആഡ് ചെയ്തിട്ട് തരണം. ഓക്കെ. ഇനി ഇതിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുകയാണ് ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ കളർ ചെയ്യാനാണ്. കളർ ചെയ്യാൻ കുറേ മാത്സ് തന്നിട്ടുണ്ട്. ആ മാത്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്ത ആൻസറാണ് ഈ ചിത്രത്തിനുള്ളിലുള്ളത്. അപ്പോൾ ആഡ് ചെയ്ത നമ്പറിൽ കളർ കൊടുക്കാനാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇതാണ്. ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സാണിത്. ബുക്കിനകത്തുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ആഡ് ചെയ്യാനുള്ള നമ്പറാണിത്. അപ്പോൾ ആ നമ്പർ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം. ആഡ് ചെയ്യാനുള്ള നമ്പർ ഈ കുഞ്ഞു കുഞ്ഞു നമ്പറുകളാണ്. അത് ബുക്കിനകത്തുണ്ട്, ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെന്താണ്? ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി 3 കളികളാണ്. ഇങ്ങനെ നമ്പർ തന്ന് നോക്കൂ. ഇത് എങ്ങനെ കൂട്ടിയാലും 9 കിട്ടണം. എങ്ങനെ കൂട്ടിയാലും 9 കിട്ടണം. അതേപോലെ നിങ്ങളിവിടെ കൂട്ടാനാണ് പറഞ്ഞേക്കണം. എങ്ങനെ കൂട്ടിയാലും 10 കിട്ടണം. ഇത് എങ്ങനെ കൂട്ടിയാലും 11 കിട്ടണം. ഇത് നോക്കൂ, എങ്ങനെ കൂട്ടിയപ്പോഴും 9 കിട്ടി. കണ്ടില്ലേ? അതുപോലെ ഇത് എങ്ങനെ കൂട്ടിയാലും 10 എന്നുള്ള അക്കം കിട്ടണം. ഇത് എങ്ങനെ കൂട്ടിയാലും 11 എന്നുള്ള അക്കം കിട്ടണം. 11 എന്നുള്ള അക്കം കിട്ടണം. അങ്ങനെ നിങ്ങൾ അക്കങ്ങൾ കണ്ടുപിടിക്കാൻ വേണം. ഇത് എങ്ങനെ കൂട്ടിയാലും എന്ത് വേണം? 10 എന്നുള്ള അക്കം കിട്ടണം. ഇത് കണ്ടോ? എങ്ങനെ കൂട്ടിയപ്പോഴും 9 എന്നുള്ള അക്കം കിട്ടി. ഇത് എങ്ങനെ കൂട്ടിയാലും 10 എന്നുള്ള അക്കം കിട്ടണം. ഇത് എങ്ങനെ കൂട്ടിയാലും 11 എന്നുള്ള അക്കം കിട്ടണം. അങ്ങനെ നിങ്ങൾ കണ്ടെത്തണം. യു വിൽ ഫൈൻഡ് ദ ആൻസർ. ഹൗ ടു ഗെറ്റ് 10, ഹൗ ടു ഗെറ്റ് 11. ഓക്കെ. ഇത് അതിൻ്റെ മുന്നിലുള്ള ഒരു പിക്ചറുണ്ട്. ആ പിക്ചർ കൂട്ടാനുള്ളതാണിത് കേട്ടോ. പിക്ചറിൽ കൂട്ടാനുള്ള സംഖ്യയാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ആ പിക്ചറിൽ നോക്കിയിട്ട് കളർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ദീസ് ആർ ദി മാത്സ് ഓഫ് ദിസ് ക്ലാസ്. ഇതാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ അഡീഷൻ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും പ്രശ്നമില്ല. അഡീഷൻ ടേബിൾ നന്നായിട്ട് അറിയണം. എന്നാലാണ് ഇത് ശരിക്കും ആഡ് ചെയ്തിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൺസിൻ്റെ അവിടെ കിട്ടുന്ന വൺസിൻ്റെ അവിടെ എഴുതി ബാക്കി ടെൻസിൻ്റെ അവിടെ ചേർക്കാൻ മറക്കരുത്. വിച്ച് നമ്പർ ഈസ് റിമൈനിങ് അല്ല വിച്ച് നമ്പർ ഈസ് ലെഫ്റ്റ്, ബാലൻസ് കിട്ടുന്ന എത്രയാണെന്ന് അറിഞ്ഞ് അത് യഥാസ്ഥാനത്ത് റീഗ്രൂപ്പ് ചെയ്തിട്ട് എഴുതാൻ അറിയണം. അപ്പോൾ അത് ടെൻസിൻ്റെ സ്ഥാനത്ത് ടെൻസിന് എഴുതണം, വൺസിൻ്റെ സ്ഥാനത്തിൽ വൺസിൻ്റെ അവിടെ എഴുതണം. അത് കഴിഞ്ഞിട്ട് വൺസ് ആദ്യം എഴുതി പിന്നെ ടെൻസ് എഴുതി നെക്സ്റ്റ് വരുന്നത് 100 സ്ഥാനത്തേക്ക് കൊടുക്കണം. അപ്പം അങ്ങനെയാണ് റീഗ്രൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. വൺസ് എന്നൊരു ഗ്രൂപ്പ്, ടെൻസ് എന്ന ഗ്രൂപ്പ്, 100 വേറൊരു ഗ്രൂപ്പ്. നെക്സ്റ്റിന് വരുമ്പോഴോ 100ൻ്റെ ബാലൻസ് വരുന്നുണ്ടെങ്കിലോ അത് 1000ലേക്ക് എഴുതും. 1000ന് ബാലൻസ് വരുന്നുണ്ടെങ്കിലോ 10,000 വരും. അപ്പം ഇനി നെക്സ്റ്റ് ലെസണിൽ അതായിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പോൾ അതാണ് പ്രൈസ് വാല്യൂ. എന്ന് പറഞ്ഞാൽ വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, അങ്ങനെ 10 ലാക്ക്, അല്ലേ, ക്രോർ, 10 ക്രോർ, അങ്ങനെയാണ് സംഖ്യകളുടെ തരംതിരിവ്. അപ്പോൾ അങ്ങനെ എഴുതാനായിട്ട് അറിയണം. അപ്പോൾ ആദ്യം വരുമ്പോൾ വൺസ് ആണ് വരിക, സെക്കൻഡ് വരുമ്പോൾ ടെൻസ് ആണ് വരിക, തേർഡ് വരുമ്പോൾ 100 ആണ് വരിക. അപ്പോൾ സ്ഥാനം നോക്കിയിട്ട് അറിയാം. അങ്ങനെ റീഗ്രൂപ്പ് ചെയ്യുക എന്ന് പറയാം. പിന്നെ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യാൻ പിന്നെ പ്രശ്നമൊന്നുമില്ല. അഡീഷൻ ടേബിൾ അറിയുകയാണെങ്കിൽ ഏത് സംഖ്യ നമുക്ക് ആഡ് ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ.
Can you understand? Okay. Then we shall wind up our class. Study well. Then do the homework very correctly, very carefully. ശ്രദ്ധിച്ച് ചെയ്യണേ. ബാലൻസ് ഒന്നും കൂട്ടാൻ മറന്നു പോകരുത്. പിന്നെ അതിൻ്റെ പ്രൈസ് വാല്യൂ സ്ഥാനം മറന്നു പോകരുത്. സ്ഥാനം തെറ്റിയാൽ അതിൻ്റെ ആ സംഖ്യയുടെ വാല്യൂ തന്നെ മാറിപ്പോകും. അല്ലേ? ടെൻസിൻ്റെ അടുത്ത് കൂട്ടി നമ്മൾ 100ൽ കൂട്ടിയാലോ, അല്ലെ ടെൻസിൻ്റെ അടുത്തുള്ളത് വൺസിൽ കൂട്ടിയാലോ, അപ്പോൾ ആ സംഖ്യ തന്നെ മാറിപ്പോവും, സ്ഥാനം മാറിപ്പോവും. ആ സംഖ്യയുടെ അല്ലേ ഇപ്പോൾ 50 എന്നുള്ളതിന് 50 എന്നുള്ളതിനെ അപ്പോൾ വൺസിൻ്റെ സ്ഥാനത്ത് എഴുതാതെ പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് 5 എന്ന് എഴുതിയാൽ പറ്റുമോ? 50 എന്ന് എഴുതുമ്പം പറ്റില്ല. വൺസിൻ്റെ സ്ഥാനത്ത് 0 തന്നെ വിടാം അല്ലേ? ടെൻസിൻ്റെ സ്ഥാനത്താണ് 5 ഇടുക, അപ്പോഴാണ് 50 എന്ന് വായിക്കുള്ളൂ. അതേപോലെ നോക്കിയിട്ട് റീഗ്രൂപ്പ് ചെയ്തിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഡു ഇറ്റ് ഓൾ ദീസ് മാത്സ്. ഓക്കെ, then see you next class. Do it well. Okay, thank you.